ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. ഈ കാണുന്നത് ആദ്യമായിട്ടുള്ള എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ വീഡിയോയിൽ തന്നെ നമ്മളെല്ലാവരും പാടുന്ന ആളുകളാണ്. ഇപ്പോൾ പാടുന്നില്ലെങ്കിൽ നമ്മളൊരു പാട്ടെങ്കിലും മൂളുന്ന ആളുകളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ യൂസ് ചെയ്യുന്ന കുറഞ്ഞ ആപ്പുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു 6-7 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് സ്റ്റാർ മേക്കർ ആപ്പ്. അപ്പോൾ ഈ സ്റ്റാർ മേക്കർ ആപ്പ് നിരന്തരമായിട്ട് നമുക്ക് ഈ പുതിയ പുതിയ അപ്ഡേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാർ മേക്കർ തന്നെ കുറേ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാർ മേക്കർ 2 തരത്തിലുണ്ട്. ഒന്ന് സ്റ്റാർ മേക്കർ ലൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ലോങ് ആയിട്ടുള്ള ഒരു സ്റ്റാർ മേക്കറും ഉണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ മേക്കർ ലൈറ്റ് ആകുമ്പോൾ നമുക്ക് കൂടുതൽ MB യൂസ് ആയിട്ട് വരുന്നില്ല. പക്ഷേ അതിൻ്റെ ഒറിജിനലായിട്ട് ബ്ലൂ കളറിലുള്ള സ്റ്റാർ മേക്കർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ലോഡ് ചെയ്യാനൊക്കെ, അതേപോലെ ഈ നെറ്റ്വർക്ക് കുറവുള്ളവർക്കൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ സ്റ്റാർ മേക്കർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഈ സ്റ്റാർ മേക്കറിൽ നമ്മൾ റൂം സൈസും റിവർബ് എന്ന കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിനകത്തൊരു ഫാമിലി ആയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് പാടുന്ന ഒരു സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ജ്യോതിഷ്. ഇതേപോലെ തന്നെ മ്യൂസിക് ടിപ്സുകളായിട്ട് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ സ്റ്റാർ മേക്കർ, ഇതാണ് സ്റ്റാർ മേക്കർ ആപ്പ്. ഇതില്ലാത്തവരുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നെറ്റ്വർക്കൊക്കെ ഇഷ്യൂ ഉള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ സ്റ്റാർ മേക്കർ ലൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാൻ ഏതായാലും സ്റ്റാർ മേക്കർ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ആയിരിക്കും കാണിക്കുക. ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ, അതേപോലെ കണ്ടിന്യൂ വിത്ത് ഫേസ്ബുക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ, എന്തായാലും ഒരു Gmail ID ഉണ്ടാവില്ല ഫോണിൽ. അപ്പോൾ ആ Gmail ID വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യാം. അതല്ല ഫേസ്ബുക്ക് ID വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഏതായാലും Gmail വെച്ചൊന്ന് ലോഗിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ Gmail വെച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഓരോ ഗ്രൂപ്പുകളായിരിക്കും. ഇതൊക്കെ ഓരോ ഫാമിലി ഗ്രൂപ്പാണ്. നമ്മളിപ്പോൾ എല്ലാവരും പുതിയതായിട്ട് യൂസ് ചെയ്യുന്നവർക്കൊന്നും ഗ്രൂപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുണ്ടാവില്ല. അപ്പോൾ ഈ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പാട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും പരിചയപ്പെട്ടതിന് ശേഷം നമ്മൾ ഓരോ ഗ്രൂപ്പ്, ഒരു ഇത്ര ഫാമിലി, നമ്മൾ പല പല നാട്ടിലുള്ള ആളുകൾ എല്ലാവരും കൂടി ചേർന്നിട്ടൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമ്മളൊരു ടാസ്ക്, ഒരു ഫിക്സ് സമയം വെക്കുക. ആ സമയത്ത് നമ്മളെ ഈ ടാസ്ക് നടക്കുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഗ്രൂപ്പിൽ എല്ലാവരും എത്തിച്ചേർന്നിട്ട് എല്ലാവരും കൂടി ഫാമിലി, നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടി പാടുന്ന ഒരു സംഭവമാണ് ഇതിനകത്തുള്ള ഈ ഫാമിലി എന്ന് പറയുന്നത്. അതേപോലെ ചാറ്റിംഗ് ഉണ്ട്, അങ്ങനെ കുറേ ഫ്യൂച്ചർ ഇതിനകത്തുണ്ട്. രണ്ടാമത്തേതെന്ന് പറയുന്നത് മൊമെൻറ്റ്. നമ്മൾ ഈ മൊമെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് കുറേ ആളുകൾ ഇങ്ങനെ പാടിയതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും, ലൈവായിട്ട് പാടുന്നത് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ മൂന്നാമത്തെ ഓപ്ഷനിലുള്ളതാണ് നമുക്കിപ്പോൾ പാട്ട് പാടാനുള്ള കാണിക്കുന്നത്. അപ്പോൾ ആ മൈക്കിനകത്ത് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കുറച്ച് റെക്കമെൻഡായിട്ട് കുറച്ച് സോങ് ഇവിടെ ഇങ്ങനെ കാണിക്കും. ഇതിൽ നമ്മളിങ്ങനെ സൈഡിലേക്ക് നീക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ സോങ് ഇങ്ങനെ കാണിക്കുന്നതാണ്. അതേപോലെ ഇങ്ങനെ എല്ലാ പീപ്പിൾ ഹൂ സാങ് പുതുമഴയിൽ വന്നു നീ, അങ്ങനത്തെ ഓൾഡ് സോങ്, അങ്ങനെ 3 പാർട്ടായിട്ട് നമുക്ക് ഇതിങ്ങനെ കാണിച്ചു തരും. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ നേരത്തെ യൂസ് ചെയ്ത പാട്ടുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൈ സോങ്സിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമ്മൾ ഏതൊക്കെ സോങ്ങാണ് നമ്മൾ ഇതുവരെ സെലക്ട് ചെയ്ത് പാടിയിട്ടുള്ളത് അതൊക്കെ മൊത്തം നമുക്ക് ഇവിടെ ഇങ്ങനെ കാണിച്ചു തരും. ഇനിയിപ്പോൾ അതല്ല, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒരു പാട്ട് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ കാണാൻ പറ്റും. ഇതിനകത്ത് നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് നമ്മുടെ പുതുമഴ ഞാൻ നേരത്തെ ചെയ്തതാണ്. അപ്പോൾ ഞാൻ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ആ സോങ് വന്നിട്ടുണ്ട്. വന്നതിന് ശേഷം നമുക്ക് ഷോർട്ടാണെങ്കിൽ ഷോർട്ടുള്ള വെർഷന്, അതേപോലെ ആ സോങ്ങിൻ്റെ ഫുൾ വെർഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള മൊത്തം ഡീറ്റെയിൽ നമുക്ക് ഇവിടെ കാണിച്ചു തരും. അതിൽ ഈ സോങ്ങൊന്നും പോരാന്ന് കാണുകയാണെങ്കിൽ നേരെ നമ്മൾ സോങ്സിൽ നിന്ന് നേരെ തന്നെ ഇവിടെ സി ഓളിൽ കാണാം. ആ സി ഓളിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു പുതുമഴ ഈ സോങ് പല രീതിയിലും പല ആളുകളും ട്യൂൺ ചെയ്ത് വെച്ചതൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്നായിട്ട് വരുന്നതായിരിക്കും. അതിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നേരെ ഈ സിങ് കാണുന്ന ഈ വലത് സൈഡ് കൂടി കാണാം. ആ സിങ്ങിലൊന്ന് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ വരുന്നതാണ്. ഇങ്ങനെ വന്നതിന് ശേഷം ഇതിനിപ്പോൾ നമുക്ക് വീഡിയോ സഹിതമാണ് പാടേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് താഴെ നമ്മൾ ഈ ടാപ്പ് ടു സ്റ്റാർട്ടിന് തൊട്ട് മുകളിൽ ഈ വീഡിയോ ഐക്കൺ കാണുന്ന അതിനകത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോ ഇതേപോലെ ഇതായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഞാനത് ഒന്ന് സ്പീഡാക്കുകയാണ്. അപ്പോൾ ഇത് സേവ് ആകുന്നു. ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് വെക്കേണ്ടതെന്നും കാണിച്ചു തരാം.
ഓക്കെ, ഇപ്പം നമ്മുടെ ആ പാട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഇത് നമ്മുടെ വോയിസ് എപ്പോഴും 100 ആക്കി വെക്കുക. ഈ വോയിസ് നമ്മൾ 100 ആക്കി വെക്കുക. അതേപോലെ മ്യൂസിക് നമ്മൾ 50 ആക്കി വെക്കുക. കാരണം ഇപ്പോൾ ഞാൻ വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്കിൽ കയറി വരും. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആ ലെവലിൽ നമ്മൾ 50 ഉള്ള ആ ലെവലിൽ മ്യൂസിക് വെക്കാൻ പാടില്ല. പിന്നെ എഫക്റ്റ് നമ്മൾ എപ്പോഴും കസ്റ്റമിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. ഈ കസ്റ്റമിൽ ഞാനിപ്പോൾ ഈ വെച്ച എഫക്റ്റ് ഇല്ലേ, ഈ എഫക്റ്റിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് പാടി നോക്കുക. ഒരു 82 വരെ 46, 30 മുതൽ നമുക്ക് റിവർബ് 45 വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ റൂം സൈസ് നമ്മൾ 82 ഉള്ളത് ഒരു എന്താ പറയുക 70 മുതൽ 82 വരെ നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു എഫക്റ്റ് പറഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് പാടാൻ പറ്റിയൊരു എഫക്റ്റാണ് ഈ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സേവായിട്ട് കാണിക്കുന്നതാണ്. ഇപ്പോൾ സേവ് ചെയ്യാൻ ആഗ്രഹമില്ല, നേരെ ഡ്രാഫ്റ്റിൽ സേവ് ചെയ്യണം എന്ന് ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ നേരെ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ താഴെ ഈ ഡ്രാഫ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നേരെ ഇത് നമ്മളെ ഡ്രാഫ്റ്റിനകത്ത് കിടക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് സാവധാന ആക്കത്തിലൊക്കെ പിന്നെ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഡ്രാഫ്റ്റിൽ എങ്ങനെയാണ് നമ്മൾ എടുക്കുക എന്നുള്ളത് കൂടി കാണിച്ചു തരാം. നേരെ ബാക്ക് വരിക, നേരെ നമ്മുടെ ഈ താഴെ കാണുന്ന അവസാനം മീ എന്ന് പറഞ്ഞതിനകത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ ഒന്ന് മേലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ സേവ് ചെയ്ത സാധനം ഇവിടെ ഉണ്ടതാ, പുതുമഴയെ വന്നതാണ്. ഇതിപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് കസ്റ്റം എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ എഫക്റ്റ് കറക്റ്റ് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പോസ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ആ ഒരു പാട്ട് ഇപ്പോൾ സേവ് ആയിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മളെ ഒരു പാട്ട് സേവ് ആയിട്ടുണ്ട്. പിന്നെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡ് കാണുന്ന ഈ ഡൺ എന്ന് പറഞ്ഞതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് പാർട്ടി എന്താണ് പാർട്ടി? ഒരു ഫാമിലിയിൽ ഞാൻ പറയണ്ടല്ലോ, നമ്മളൊരു ഫാമിലിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമെന്ന് പറയുന്ന സംഭവം എന്താണ്? അതിനായിട്ട് നമ്മൾ ചാറ്റ് എന്ന് പറഞ്ഞതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഒരു ഫാമിലിയിൽ ജോയിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഫാമിലീൻ്റെ നെയിം നമുക്കിവിടെ ഇങ്ങനെ കാണിച്ചു തരുന്നതായിരിക്കും. നാദതരംഗിണി ഫാമിലി, ഞാനിപ്പോൾ ജോയിൻ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അതേപോലെ തന്നെ നാദതരംഗിണി ചാറ്റ് എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ നാദതരംഗിണി ഫാമിലി ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ വന്നതിന് ശേഷം നമുക്ക് വലത് സൈഡിൽ ഈ ഫ്രൂട്ട് അതൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഓരോ ഗെയിമുകളൊക്കെയാണ്. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് പാർട്ടി എന്ന് കാണാൻ പറ്റും. അതാണ് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്താൽ നമ്മളൊരു പാർട്ടിക്ക് ഒരു സമയം വെച്ചിട്ട് നമ്മൾ ആ ടൈമിൽ എല്ലാവരും കൂടി പാട്ടുകളൊക്കെ ക്യൂ ചെയ്ത് പാടുന്നൊരു സംഭവം. അപ്പോൾ ഇതിൻ്റെ താഴെ നമുക്ക് പാർട്ടി എന്ന് കാണാം. പാർട്ടിയിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. വന്നതിന് ശേഷം നമ്മൾ ഈ സെൻട്രലായിട്ട് കാണുന്ന ഇതിനകത്ത് സിംഗിളൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു സോങ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പുതുമഴയെ അതിനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നതിന് ശേഷം ക്യൂ എന്ന് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് സോളോ ആയിട്ടാണ് പാടേണ്ടെങ്കിൽ അങ്ങനെ പാടാം. അതല്ല ഡുവൈറ്റ് ആയിട്ട് പാടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡുവൈറ്റിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഏതായാലും സോളോ കൊടുക്കുകയാണ്. സോളോ കൊടുത്തതിന് ശേഷം നമ്മുടെ ഇവിടെ സ്റ്റാർട്ട്. ഇപ്പോൾ ക്യൂ വേറെ ആരെങ്കിലും പാടുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കഴിഞ്ഞതിന് ശേഷമായി നമ്മുടെ ക്യൂ ഓർഡർ അനുസരിച്ച് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് വന്നത്. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. വീണ്ടും ഒന്നുകൂടി സ്റ്റാർട്ട് കൊടുക്കുന്നത്. ഈ സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതാ ഈ ടിക്കിന് നേരെ രണ്ടാമത് ഇതിനകത്ത് എഫക്റ്റ് ഉണ്ട്. ഈ എഫക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വോയിസ് 100ഉം മ്യൂസിക് 50ഉം വെക്കുക. അതേപോലെ നമ്മുടെ ഈ കസ്റ്റം നല്ലതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ റിവർബ് റൂം സൈസ് ഇതാണെന്ന് നോക്കുക. ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്ത് ഇതാക്കുന്ന സമയത്താണ് നമ്മുടെ പാടുന്ന സമയത്ത് നമുക്ക് ആ എഫക്റ്റ് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. അല്ലാണ്ട് നമ്മളിത് ക്ലിക്ക് ചെയ്യാണ്ട് പാടുകയാണെങ്കിൽ ആ എഫക്റ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതായിരിക്കില്ല. ഈ കേൾക്കുന്ന ആൾക്കാർക്ക് എഫക്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ ഷാർപ്പായിട്ടുള്ള നമ്മളുടെ ഡയറക്റ്റ് വോയിസ് മാത്രമേ പോവുള്ളൂ. അപ്പോൾ നമ്മൾ പാട്ട് പോയി വരുന്നതിൻ്റെ ആ സെക്കൻഡുകൾക്കിടയ്ക്ക് തന്നെ നമ്മൾ ഇതേപോലെ എഫക്റ്റ് കറക്റ്റ് നമ്മളൊക്കെ ചെയ്ത് നേരെ ബാക്ക് വന്ന ചാനൽ എന്നിട്ട് നമ്മൾ എന്താക്കുക പാടുക. പിന്നെ ഇത് സ്ക്രീൻ ഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫുൾ സ്ക്രീനായിട്ട് നമുക്ക് പാട്ട് മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് പാടാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പാർട്ടിയിലുള്ളത് കേട്ടോ.
ഇനിയിപ്പോൾ ഈ ഫാമിലിയിൽ ജോയിൻ ചെയ്തവർ പുതിയതായിട്ട് വന്ന ആളുകളെ കാണുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓൾറെഡി ഉള്ള ആളുകൾ പറയും ഡെയിലി ടാസ്ക് ചെയ്യാൻ പറയും. അപ്പോൾ ഈ ഡെയിലി ടാസ്ക് എന്ന് പറയുന്ന സംഭവം നമ്മുടെ IBയിൽ വന്നതിന് ശേഷം ഡ്രാഫ്റ്റ് മൈ സോങ്സ് ഡെയിലി ടാസ്ക്, ഈ ഡെയിലി ടാസ്കിൽ മൂന്നാമത്തതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാർട്ടിയിലിപ്പോൾ എല്ലാവരും പാടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഗിഫ്റ്റൊക്കെ ആയിട്ട് എറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇതിനകത്ത് ഒരു കുറച്ച് ഗിഫ്റ്റുകൾ നമുക്ക് ഇങ്ങനെ കളക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ കുറേ ടാസ്കുകൾ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഇപ്പോൾ ഒരു സമയം ഇതിനകത്ത് കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇതിപ്പോൾ സൈൻ കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഓക്കെ കൊടുത്താൽ നമുക്ക് എന്താ ഒരു ഗിഫ്റ്റ് നമ്മൾ ഡെയിലി ടാസ്കിനകത്ത് കിട്ടി. ഇനി പ്രോഗ്രസ് ടാസ്ക്, ഇതിൽ നമുക്ക് ഇതേപോലെ ഒരു ഗിഫ്റ്റ് കളക്ട് ചെയ്യാൻ പറ്റും. ക്ലെയിം ഇതേപോലെ ക്ലെയിം എന്ന് കാണിക്കും. അത് നമ്മൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് കളക്റ്റായി. അങ്ങനെ നമുക്ക് ഇതിനകത്ത് കാണിക്കുന്ന എല്ലാ ടാസ്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക മാക്സ്. പിന്നെ ഫാമിലി ടാസ്ക് ഉണ്ട്. നമ്മളൊരു ഫാമിലിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫാമിലി ടാസ്ക്കാണ് ഈ കാണിക്കുന്നതല്ലോ. അപ്പോൾ ഇത് ഓരോന്നോരോ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എല്ലാ ടാസ്കും അങ്ങനെ ചെയ്ത് ഇതിനകത്ത് നമുക്കൊരു ഗിഫ്റ്റായിട്ട് നമുക്ക് ലഭിക്കും. ആ ഗിഫ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ കാണുന്നതുണ്ടോ, ഇതിപ്പോൾ ഇതിൽ കളക്ട് ചെയ്ത് കിട്ടിയതാണ്. അപ്പോൾ ഇതിനിപ്പോൾ എങ്ങനെയാണ് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഒരു പാർട്ടി തന്നെ ജോയിൻ ചെയ്യാം. പാർട്ടിയിൽ അങ്ങനെ വന്ന് നമ്മൾ പാർട്ടിയിൽ ജോയിൻ ചെയ്യുകയാണ്. പാർട്ടിയിൽ ജോയിൻ ചെയ്ത് അപ്പോൾ ഈ ഗിഫ്റ്റ് നമ്മൾ എറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ താഴെ റൈറ്റ് സൈഡിൽ അവസാനത്തെ അതിനകത്ത് ടച്ച് ചെയ്യുക. അപ്പോൾ ഇതിനകത്തുള്ള ഗിഫ്റ്റാണ് നമുക്കിവിടെ കാണുന്നത്. ഇതൊക്കെ കോയിനാണ്. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ താഴെ കാണുന്നത് കണ്ടില്ലേ, ഇതിനകത്ത് നമുക്ക് എത്ര കോയിൻ ഉണ്ട് ആ കോയിൻ അനുസരിച്ച് ആ എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സർക്കസ് ടെൻറ്റ് 9 കോയിൻ ഉണ്ട്, ആ 9 കോയിൻ്റെ ഒരു ഗിഫ്റ്റ് നമുക്ക് ഇങ്ങനെ അറിയാൻ സാധിക്കും. ഇനി അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി ടാസ്ക് ചെയ്ത് കിട്ടുന്ന ഒരു ഗിഫ്റ്റാണ് ഇവിടെ ഈ കാണുന്നത് പേള്. ഈ പേളിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ താഴെയുള്ള റൈറ്റ് സൈഡിൽ സെൻഡ് കൊടുത്താൽ ആ ഒരു ഗിഫ്റ്റ് അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ടൈം കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാട്ടിൽ അപ്പോൾ പാടുന്ന ആരാണോ പാട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മളൊരു ഗിഫ്റ്റ് എറിഞ്ഞ് കൊടുക്കുന്ന സംഭവമാണ് ഇത്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെയിലി ടാസ്ക് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകളിലൂടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതേപോലെ ടിപ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഇതേപോലെ ചെറിയ ട്യൂട്ടോറിയൽ വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും സൈനിങ് ഓഫ്, ജ്യോതിഷ്.